എക്സിറ്റ് പോൾ ഫലത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? എക്സിറ്റ് പോൾ ഫലത്തിനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവന്മാർ തൂത്ത് പറക്കും. ആര് തൂത്ത് പറക്കും? BJP. NDA ഒറ്റയ്ക്ക് എത്ര സീറ്റ് വരും? NDA മൊത്തത്തിലോ? NDA മൊത്തത്തിൽ 300. ഇയാളുടെ അഭിപ്രായം തോടെ BJP ആരോ അതോ ഇന്ത്യ സഖ്യാണോ? ഇയാളുടെ അഭിപ്രായം തോടെ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ലോക്സഭ ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ ഫലത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫലത്തെ കുറിച്ച് ആദ്യം ഇയാളുടെ അഭിപ്രായം പറയും. ഭരിക്കാൻ വന്ന എത്ര വോട്ടിന് ഭരിക്കും? എത്ര സീറ്റിന് മൃഗീയ ഭൂരിപക്ഷം ഉദ്ദേശിക്കുന്നത്? BJP ഒറ്റയ്ക്ക് മാത്രം NDA ഇല്ലെങ്കിൽ BJP ഭരിക്കും. എന്തുകൊണ്ടത്? അത് ഈ കമ്മ്യൂണിസ്റ്റിലാണ്. പോട്ടെ, കമ്മ്യൂണിസ്റ്റിന് എത്ര വോട്ട് കിട്ടും? അത് പറ. കമ്മ്യൂണിസ്റ്റിന് എത്ര സീറ്റ് കിട്ടും? 7 സീറ്റ്. ആരൊക്കെയാണെന്ന് പറഞ്ഞേ? അല്ല, ഏതൊക്കെ മണ്ഡലത്തിൽ? അതല്ല, ആ 7 കിട്ടാൻ എന്താ കാരണം? കാരണം ഈ കേരളത്തിൽ എല്ലായിടത്തും ഇലക്ഷൻ കമ്മീഷൻ ഒന്നും തന്നെയല്ലോ. അല്ല, കേരളത്തിൽ വേറെ ഒന്നും ഇല്ലല്ലോ. സെപ്പറേറ്റ് പിണറായി വിജയൻ അല്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ. ഇന്നോ വീട്ടിൽ അരുൺകുമാർ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ പിണറായി വിജയൻ ഇല്ലാതെ ഞാൻ വോട്ട് കൊടുത്തേ കേട്ടോ. മാറ്റല്ല. തിരുവനന്തപുരത്ത് ചെയ്തില്ലേ? ഇല്ല. പിന്നെ തൃശ്ശൂര്, കോഴിക്കോടോ അല്ലെങ്കിൽ കാസർഗോഡ്, ഉറപ്പല്ലേ?